വഴക്ക് കേട്ടിട്ടുണ്ടോ? പലരിൽ നിന്നും പേരൻസിൽ നിന്നും ബോയ് ഫ്രണ്ട് ആയാലും. പ്രശാന്ത് ചേട്ടൻ ചെയ്യുന്നോ? ഇല്ല അതും ഇല്ല. ഞാൻ ലേറ്റ് ആയെന്ന് വിളിച്ചു പറഞ്ഞല്ലോ, ആ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അല്ലാത്ത ദിവസങ്ങളൊക്കെ ഞങ്ങൾ ഓൺ ടൈം ആയിരുന്നു. റോഷൻ ചേട്ടൻ ഇത്തിരി നേരം ലേറ്റ് ആയതുകൊണ്ട് വഴക്ക് കിട്ടിയതോ ഇപ്പോഴും ഓർക്കുന്നത് ഒരു വഴക്ക്? കോളേജിലൊക്കെ ആയിരുന്നിരിക്കാം, അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ വഴക്ക് കിട്ടുന്ന സന്ദർഭങ്ങളിലൊന്നും ഞാൻ ലേറ്റ് ആയിട്ടില്ല. കോളേജിൽ നല്ല വഴക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? കോളേജിൽ അത് നമുക്ക് താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ലേറ്റ് ആവുന്നത്. അപ്പൊ അതൊരു വഴക്കായിട്ട് അങ്ങനെ കൂട്ടത്തും ഇല്ലല്ലോ. എനിക്ക് സ്ഥിരമായിട്ട് അമ്മയുടെ നിന്നും അച്ഛൻ്റെ നിന്നും ഇപ്പോഴും ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ എന്ന് വെച്ചാൽ അവരെല്ലാം വളരെ അഹെഡ് ഓഫ് ടൈം കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവരുടെയും ITR ഫയൽ ചെയ്യുന്നത് ഞാനാണ് വീട്ടിലെല്ലാവരുടെയും. അപ്പൊ അത് തൊട്ടേ ഈ വർഷം തൊട്ടേ തുടങ്ങും അടുത്തതിന്റെ. എന്നാലും ഞാൻ ആ ലാസ്റ്റ് ഡേന് 2 ദിവസം മുമ്പൊക്കെ ചെയ്യുള്ളൂ. അത് എന്തുകൊണ്ടോ അങ്ങനെയാണ്. ഈ ഇടയ്ക്ക് ഞാൻ വായിച്ചു ഭയങ്കര ഇന്റലിജൻസ് ഉള്ളവരാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ല, ഈ ഇന്റലിജൻസ് ഉള്ളവര് പല പല ഞാൻ ഇപ്പൊ ചെയ്താൽ ഉള്ളതിലും ബെറ്റർ പോസിബിലിറ്റീസ് പിന്നെ വരത്തില്ലേ എന്നൊക്കെ ആലോചിച്ചാണ് പോസ്റ്റ്പോൺ ചെയ്യുന്നത്. അവസാനം ചെയ്യുമ്പോഴുള്ള തിരക്കുണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. അത് ശരിയാണ്, ക്രിയേറ്റിവിറ്റിയുടെ കാര്യമൊക്കെ വളരെ ശരിയാണ്. പക്ഷെ